ഹലോ ഗൈസ്, നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് മൈക്രോബിയൽ ന്യൂട്രീഷൻ, ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. മൈക്രോബിയൽ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ മൈക്രോബ്സിന് വളരാൻ ആവശ്യമായ ന്യൂട്രീഷൻ. അപ്പോൾ എന്തൊക്കെ ന്യൂട്രീഷനാണ് മൈക്രോബ്സിന് വളരാൻ ആവശ്യമുള്ളത്? അത് മാത്രമല്ല, അവർക്ക് കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സും ആവശ്യമുണ്ട്. ഏതൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ ഹ്യൂമൻ ബീങ്സിനോ മറ്റ് അനിമൽസിനോ വളരാനായിട്ട് ഒത്തിരി ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്, നമ്മുടെ ഡെയിലി ഡയറ്റിലൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ മൈക്രോബ്സിനും അവർക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല ന്യൂട്രിയൻസും ആവശ്യമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഇവർക്ക് ന്യൂട്രീഷൻ എന്തിനാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ മെയിൻലി എനർജിക്കാണ്, എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റൊന്ന് അവരുടെ നോർമൽ സെല്ലുലാർ ആക്ടിവിറ്റീസിന്. പിന്നെ അവർ ഡിവൈഡ് ചെയ്യുമ്പോൾ, അവർ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ പുതിയൊരു സെല്ലിനെ ഉണ്ടാക്കാൻ നേരത്ത് ഈ സെല്ലിനുള്ള കമ്പോണൻസും നമ്മൾ ന്യൂട്രിയൻസിലൂടെ തന്നെ എടുക്കണം. പുറത്തുനിന്ന് കിട്ടുന്ന ഈ ന്യൂട്രീഷനിൽ നിന്ന് തന്നെ പുതിയൊരു സെല്ലിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കമ്പോണൻസും കളക്ട് ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് മൈക്രോബിയൽ ന്യൂട്രീഷൻ ആവശ്യം, മൈക്രോബ്സിന് ന്യൂട്രീഷൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഓഫ് മൈക്രോബ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 3 ടൈപ്പിലാണുള്ളത്: മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഓരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് മാക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്രോ ആൻഡ് മൈക്രോ, ഇത് നമ്മൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആവും. മാക്രോ എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ആണ്, വലുത് എന്നുള്ള അർത്ഥത്തിലാണ്. മൈക്രോ എന്ന് പറയുന്നത് സ്മോൾ ആണ്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് മൈക്രോബ്സിന് ലാർജ് എമൗണ്ടിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസിനെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഈ മൈക്രോബ്സിൻ്റെ 95% ഓഫ് സെൽ മാസ് എന്ന് പറയുന്നത് ഈ മാക്രോ ന്യൂട്രിയൻസ് ആയിരിക്കും. ഓക്കെ, അവരുടെ സെല്ലിനെ ഉണ്ടാക്കിയിരിക്കുന്ന കോമ്പൗണ്ട്സിൽ 95%ഉം മാക്രോ ന്യൂട്രിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ മാക്രോ ന്യൂട്രിയൻസിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്. ഇവരൊക്കെ തന്നെയാണ് അവരുടെ മൈക്രോബ്സിൻ്റെ ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ കമ്പോണൻസ്. ഓക്കെ, ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അവരുടെ ബോഡിയെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ മോളിക്യൂൾസിലും ഈ പറയുന്ന മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ഈ സബ്സ്റ്റൻസസും ഉണ്ടാവും. ഓക്കെ, അടുത്തത് മൈക്രോ ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ നമുക്ക് ട്രേസ് എലമെൻറ്റ്സ് എന്നും പറയാം. ഈ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ട്രേസ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചെറിയ എമൗണ്ടിൽ മാത്രമാണ് ഇവർക്ക് ആവശ്യമുള്ളൂ. ഇവരുടെ ബോഡി ബിൽഡപ്പിനൊന്നും നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ആവശ്യമില്ല. മെയിൻലി മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ആവശ്യം പറയുന്നത് അവരുടെ മെറ്റബോളിസത്തിൽ പല സ്റ്റെപ്സിലും കോ എൻസൈമായിട്ടോ അല്ലെങ്കിൽ കോ ഫാക്ടറായിട്ടോ ആക്ട് ചെയ്യുന്നത് ഈ മൈക്രോ ന്യൂട്രിയൻസ് ആയിരിക്കും. ഓക്കെ, മെറ്റബോളിക് റിയാക്ഷനിൽ കോ ഫാക്ടറായിട്ടോ കോ എൻസൈമായിട്ടോ ഒക്കെ ആക്ട് ചെയ്യുന്നത് ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് തന്നെയായിരിക്കും. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് മാംഗനീസ്, സിങ്ക്, കൊബാൾട്ട്, മോളിബ്ഡിനം, നിക്കൽ ആൻഡ് കോപ്പർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. ഇതാണ് നമ്മുടെ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഇവർക്ക് എന്തിനാണെന്ന് കോമൺലി നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അത് കുറച്ചുകൂടി ഡിഫൈൻ ചെയ്തിട്ടാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കാർബണിനെ ഇവർ യൂസ് ചെയ്യുന്നത്, കാർബൺ ഈസ് എ മാക്രോ ന്യൂട്രിയൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് എല്ലാം മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഈ മാക്രോ ന്യൂട്രിയൻസിനെ ഇവർ യൂസ് ചെയ്യുന്നത് കാർബൺ ആണെങ്കിൽ അവരുടെ എനർജി സോഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ബോഡിയിലെ പല ബിൽഡിംഗ് ബ്ലോക്കിലും കാർബൺ ഉണ്ട്. നൈട്രജൻ പ്രോട്ടീൻ സിന്തസിസിലാണ്, പ്രോട്ടീൻ്റെ സീക്വൻസിൽ നൈട്രജൻ കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഫോസ്ഫറസ് ആണെങ്കിൽ ന്യൂക്ലിക് ആസിഡിലാണ്, പൊട്ടാസ്യം ആണെങ്കിൽ സെൽ വാൾ പെർമിയബിലിറ്റി, അങ്ങനെ സെൽ വാളിൻ്റെ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, സോഡിയം പൊട്ടാസ്യം പമ്പൊക്കെ അതിൻ്റെ എല്ലാം വർക്കാണ് വരുന്നത്. അതുപോലുള്ള പെർമിയബിലിറ്റി ട്രാൻസ്പോർട്ടേഷൻ വർക്കുകളാണ് പൊട്ടാസ്യത്തിന് വരുന്നത്. അതുപോലെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഫങ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻലി ഇപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു സെല്ലുലാർ സ്ട്രക്ചറിന് അല്ലെങ്കിൽ സെല്ലിൻ്റെ കമ്പോണൻസിലൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ് വരുന്നത്. മൈക്രോ ന്യൂട്രിയൻസ് നമുക്കിതിൽ കാണാം ഏതെങ്കിലും എൻസൈമാറ്റിക് റിയാക്ഷൻ്റെ കോ ഫാക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്കത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി ഈ ന്യൂട്രീഷൻ ഇൻടേക്ക് അനുസരിച്ച് ഇവരെ നമുക്ക് പല ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാം. മൈക്രോബ്സിൻ്റെ ഏത് ടൈപ്പ് ന്യൂട്രീഷനാണ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് അവരത് യൂസ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് നമുക്കിതിനെ പല ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും.
ഇപ്പോൾ നമ്മുടെ ബേസിക് ക്ലാസിഫിക്കേഷൻ വരുന്നത് അവരുടെ കാർബൺ സോഴ്സ്, എനർജി സോഴ്സ് ആൻഡ് ഇലക്ട്രോൺ സോഴ്സ് അനുസരിച്ചിട്ടാണ്. ഇതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം ബേസിക് ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക് ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേതാണ് കാർബൺ സോഴ്സ്. എന്തിനെയാണ് ഇവരുടെ കാർബൺ സോഴ്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ. 2 ടൈപ്സ് ആണുള്ളത്, ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. ഓക്കെ, കാർബൺ സോഴ്സ് ആയിട്ട് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കാർബൺ സോഴ്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓർഗാനിക് മോളിക്യൂൾസ് ഫ്രം അതർ ഓർഗാനിസംസ് ആണ്. മറ്റ് ജീവികളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓർഗാനിക് മോളിക്യൂൾസിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇവർ കാർബൺ സോഴ്സിനെ എടുക്കുന്നത്. ഓക്കെ, അടുത്തത് എനർജി സോഴ്സ്. ഇവർ എന്തിനെയാണ് അവരുടെ ഡെയിലി ലൈഫിലെ എനർജി സോഴ്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഫോട്ടോട്രോപ്സ് ആൻഡ് കീമോട്രോപ്സ്. ഫോട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ മീൻസ് ലൈറ്റ്. ഫോട്ടോട്രോപ്സ് അപ്പോൾ എനർജി സോഴ്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈറ്റിനെയാണ്. കീമോട്രോപ്സ് എന്ന് പറയുന്നത് കെമിക്കൽസിനെയാണ്, മെയിൻലി ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഓക്സിഡേഷൻ വഴിയുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മെറ്റബോളിക് റിയാക്ഷൻസിലൊക്കെ വരുന്നത് പോലെ തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനിലൂടെ നമ്മൾ എനർജി മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം പ്രോസസ്സ്. അതുപോലെ ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് കോമ്പൗണ്ടിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് കീമോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇലക്ട്രോൺ സോഴ്സ്. ഇലക്ട്രോൺ സോഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു, ലിത്തോട്രോപ്സ് ആൻഡ് ഓർഗാനോട്രോപ്സ്. ലിത്തോട്രോപ്സ് എന്ന് പറഞ്ഞാൽ റിഡ്യൂസ്ഡ് ഇൻഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഓർഗാനിക് മോളിക്യൂൾസിൻ്റെ റിഡക്ഷനിലൂടെ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓർഗാനോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കാർബൺ സോഴ്സ്, എനർജി സോഴ്സ് ആൻഡ് ഇലക്ട്രോൺ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇതൊക്കെ ബേസിക് ക്ലാസിഫിക്കേഷനാണ്. ഇനി ഇത് നമ്മൾ പഠിച്ചാലാണ് ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ന്യൂട്രീഷണൽ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇതാണ് നമുക്ക് ശരിക്കും വേണ്ട ന്യൂട്രീഷണൽ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ നടത്തിയേക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച സോഴ്സ് ഓഫ് എനർജി ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ, ഇലക്ട്രോൺസ് ഡിപ്പെൻഡ് ചെയ്ത്, അതുപോലെ തന്നെ കാർബൺ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി നമുക്ക് ഇതിനെ മൂന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു മൈക്രോബിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇത് മൂന്നും കൂടെ നമുക്ക് ഒരു ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഇത് മൂന്നും ഉണ്ടല്ലോ, എനർജി സോഴ്സും വേണം, കാർബൺ സോഴ്സും വേണം, ഇലക്ട്രോൺ സോഴ്സും വേണം. ഇത് മൂന്നും കൂടെയാണല്ലോ ഒരു ഓർഗാനിസത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനെ മൂന്നിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്ത് ഒരു ഓർഗാനിസത്തിന് എങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നെയിം ചെയ്യാം എന്നാണ് പറയുന്നത്. ഫസ്റ്റാണ് ഫോട്ടോ ഓട്ടോട്രോപ്സ്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ മീൻസ് ലൈറ്റിനെ അവരുടെ എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഫോട്ടോ ലിത്തോട്രോപ്സ്. ഫോട്ടോ മീൻസ് അഗെയിൻ ലൈറ്റ് സോഴ്സ് ആണ് അവരുടെ എനർജി സോഴ്സ്. ലിത്തോട്രോപ്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻഓർഗാനിക് മോളിക്യൂൾസ് ആണ് അവരുടെ ഇലക്ട്രോൺ സോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഫോട്ടോ ഓട്ടോട്രോപ്സ് ആൻഡ് ഫോട്ടോ ലിത്തോട്രോപ്സ്. ഈ രണ്ട് ക്ലാസിഫിക്കേഷനിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ആൽഗെ, പർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയ, സയനോബാക്ടീരിയ, ഇവരെല്ലാവരും. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഫോട്ടോ ഹെറ്ററോട്രോപ്സ്. ഫോട്ടോ മീൻസ് അഗെയിൻ ലൈറ്റ് എനർജിയാണ് അവർ യൂസ് ചെയ്യുന്നത് എനർജി സോഴ്സായിട്ട്. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഓർഗാനിക് മോളിക്യൂളിനെയാണ് അവർ കാർബൺ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫോട്ടോ ഓർഗാനോട്രോപ്സ്. ഫോട്ടോ ലൈറ്റ് സോഴ്സിനെ യൂസ് ചെയ്ത് ഓർഗാനിക് മോളിക്യൂളാണ് അവരുടെ ഇലക്ട്രോൺ സോഴ്സ്. ഓർഗാനോട്രോപ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് മോളിക്യൂളിനെ ഇലക്ട്രോൺ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷനിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷനാണ് കീമോ ഓട്ടോട്രോപ്സ്. കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ കീമോ മീൻസ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ടിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ഇവർ എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എനർജി സോഴ്സ് ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷനാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനാണ് ഇവർ കാർബൺ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ കീമോ ലിത്തോട്രോപ്സ്. കീമോ ഓർഗാനിക് ഓഫ്
ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ അതാണ് അതിന് എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിത്തോട്രോപ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഇൻഓർഗാനിക് മോളിക്യൂളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ഒരു എനർജി സോഴ്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കീമോ ഓട്ടോട്രോപ്സ് ആൻഡ് കീമോ ലിത്തോട്രോപ്സിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് സൾഫർ ഓക്സിഡൈസിങ് ബാക്ടീരിയ, ഹൈഡ്രജൻ ബാക്ടീരിയ ആൻഡ് നൈട്രിഫൈങ് ബാക്ടീരിയ. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കീമോ ഹെട്രോട്രോപ്സ്. കീമോ മീൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഓർഗാനിക് മോളിക്യൂൾസിനെ കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നവർ. അതുപോലെ തന്നെ കീമോ ഓർഗാനോട്രോപ്സ്. കീമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആണ് എനർജി സോഴ്സ്. ഓർഗാനോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മോളിക്യൂളാണ് ഇവരുടെ ഇലക്ട്രോൺ സോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷനിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് മോസ്റ്റ് ബാക്ടീരിയ, ഫംഗസ് ആൻഡ് പ്രോട്ടോസോവ. മിക്ക ബാക്ടീരിയയും ഫംഗസും പ്രോട്ടോസോവയും ഒക്കെ കെമിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർഗാനിക് കാർബൺ ആണ് അവരുടെ കാർബൺ സോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്രീഷണൽ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബേസിക് ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ടൈപ്പും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഫ്ലോ ചാർട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഫ്ലോ ചാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. അടുത്തത് ഗ്രോത്ത് ഫാക്ടേഴ്സ്. നമ്മൾ ന്യൂട്രീഷൻ പറഞ്ഞു, മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് പറഞ്ഞു, അതുപോലെ തന്നെ ഓരോ ന്യൂട്രീഷണൽ ഇൻടേക്ക് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അടുത്തതാണ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മൈക്രോബ്സിൻ്റെ ഗ്രോത്തിന് ന്യൂട്രിയൻസ് മാത്രം പോരാ, ഗ്രോത്ത് ഫാക്ടേഴ്സും വേണം. അപ്പോൾ എന്താണ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒരു ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. ഓർഗാനിക് മോളിക്യൂൾസ് ഈ മൈക്രോബ്സിൻ്റെ സെൽ സ്ട്രക്ചറിനും ഫങ്ഷനും ആവശ്യമാണ്. പക്ഷേ ഈ ഓർഗാനിക് മോളിക്യൂൾസിനെ മൈക്രോബ്സിന് സ്വയം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവരാണ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഓക്കെ, സെൽ സ്ട്രക്ചറിനും ഫങ്ഷനും ആവശ്യമായ ഓർഗാനിക് മോളിക്യൂൾസ്, പക്ഷേ അതിനെ മൈക്രോബ്സിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കോമ്പൗണ്ട്സ് ആണ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അങ്ങനെ വരുന്ന 3 ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് അമിനോ ആസിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് വൈറ്റമിൻസ്. അമിനോ ആസിഡ്സ് എന്തിനാണ്? അമിനോ ആസിഡ്സ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിലാണ് സെല്ലിന് സ്ട്രക്ചർ ഉള്ളൂ, സെല്ലുലർ കമ്പോണൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അമിനോ ആസിഡ്സിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസിലൂടെ സെല്ലുലർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അടുത്തത് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോബ്സ് 2 ടൈപ്പ് ആവും. ഒന്ന് DNA ഉള്ള ആളാവാം, ഇല്ലെങ്കിൽ RNA ഉള്ള ആളാവാം. അവരുടെ ന്യൂക്ലിക് ആസിഡ് ഒന്നെങ്കിൽ DNA ആവാം, അല്ലെങ്കിൽ RNA ആവാം. രണ്ടാണെങ്കിലും അവർക്ക് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാവും. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുമ്പോൾ ബോത്ത് പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. അപ്പോൾ പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ് ഉണ്ടെങ്കിലാണ് അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉള്ളൂ. അപ്പോൾ ഇതാണ് അടുത്ത ഗ്രോത്ത് ഫാക്ടർ, ന്യൂക്ലിയോടൈഡ്സ്. അവരുടെ ജനറ്റിക് മെറ്റീരിയലിന് ആവശ്യമായ ന്യൂക്ലിയോടൈഡ്സ്. അടുത്തത് വൈറ്റമിൻസ്. വൈറ്റമിൻസിന് മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് കോ ഫാക്ടേഴ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ കോ എൻസൈംസ് ആയിട്ടാണ്. അവരുടെ മെറ്റബോളിക് റിയാക്ഷനിൽ എൻസൈമാറ്റിക് റിയാക്ഷൻ വരുമ്പോൾ അവിടെ കോ എൻസൈമായിട്ടാണ് മിക്കവാറും വൈറ്റമിൻസിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ചില എൻസൈംസിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടും വൈറ്റമിൻസ് ആക്ട് ചെയ്യാറുണ്ട്. ഈ പറയുന്ന അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്, വൈറ്റമിൻസ് ഇതെല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലി അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന് അവരെ അബ്സോർബ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ലാബിൽ വളർത്തുവാണെങ്കിൽ ആ മീഡിയയിൽ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതല്ല അവർ പുറത്ത് നോർമലി വളരുവാണെങ്കിലും ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം നോക്കി അവർ ഗ്രോ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മൈക്രോബിയൽ ഗ്രോത്തിന് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം ഒന്ന് നോക്കുക കേട്ടോ. താങ്ക് യു.